നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടനും മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുധിയുടെ 1ാം ചരമവാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. അധികം ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ഇക്കൂട്ടത്തിൽ സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മകന്റെ അസാന്നിധ്യവും ചർച്ചയായി. ചരമവാർഷികമായിട്ടും മകൻ പങ്കെടുക്കാത്തതിന് കാരണം സുധിയുടെ ഭാര്യ രേണുവുമായുള്ള അകൽച്ചയാണെന്നും ഇവർ തമ്മിൽ പിണക്കത്തിലുമാണെന്നും ഒക്കെയായിരുന്നു ഇതോടെ വന്ന അഭ്യൂഹങ്ങൾ. ഇപ്പോഴിതാ ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രേണു. തനിക്കെതിരെ ഉയരുന്ന നെഗറ്റീവ് കമന്റുകളെക്കുറിച്ചും വിമർശനങ്ങളെക്കുറിച്ചും എല്ലാം രേണു പ്രതികരിച്ചു. നെഗറ്റീവ് കമന്റുകൾ പറയുന്നത് ഞങ്ങളെ അറിയാത്തവരാണ്, അറിയുന്നവരും വിമർശിക്കുന്നുണ്ടാകും. അവർ പറയുന്നത് കുശുമ്പ് കാരണമായിരിക്കാം. വീട്ടിൽ ചടച്ച് കരഞ്ഞിരുന്നാൽ ഇവർക്കൊക്കെ സമാധാനമായിരിക്കും. ഞാൻ നല്ല ആളായിരിക്കും. ചില നെഗറ്റീവ് കമന്റുകൾക്ക് ഞാൻ മറുപടി കൊടുക്കും. സഹികെട്ടാണ് പ്രതികരിക്കുന്നത്. മൂത്ത മകൻ പറയും, അമ്മ എന്തിനാണ് മറുപടി കൊടുക്കുന്നത്, മൈൻഡ് ചെയ്യേണ്ടെന്ന്. എല്ലാവരുടെയും വായടയ്ക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. സുധിച്ചേട്ടന്റെ ചരമവാർഷികത്തിന് അധികം ആളുകളെ വിളിച്ചിട്ടില്ല. ചടങ്ങിൽ ലക്ഷ്മി നക്ഷത്രയ്ക്കൊക്കെ വരാൻ സാധിക്കാതിരുന്നത് ഷൂട്ടിലായതിനാലാണ്. മനസ്സുകൊണ്ട് അവരുടെ സാമീപ്യം ഉണ്ടായിരുന്നു. മൂത്ത മകൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. സുധിച്ചേട്ടൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യനാണ്. എന്നെ വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിയ ശേഷം സുധിച്ചേട്ടൻ എനിക്കൊപ്പം പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ മതമൊന്നും മാറിയിട്ടില്ല. സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് തന്നെയാണ്. ക്രിസ്ത്യൻ രീതിയിലാണ് അടക്കിയത്. ചരമവാർഷിക ദിനത്തിൽ ചേട്ടന്റെ കൊല്ലത്തെ വീട്ടിലും ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് രണ്ടു കൂട്ടരും ചടങ്ങുകൾ സ്വന്തം സ്ഥലത്ത് നടത്തി. മൂത്ത മകനല്ലേ ബലിയിടേണ്ടത്, അവന്റെ സാന്നിധ്യം അവിടെ വേണം. അതുകൊണ്ടാണ് കിച്ചു അവിടെ പോയത്. അല്ലാതെ പിണക്കമൊന്നുമില്ല. ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചിരുന്നു. സുധിച്ചേട്ടന്റെ മരണശേഷം കിച്ചുവിനെ ഞാൻ നോക്കുമോ എന്ന് കമന്റ്സ് കണ്ടിരുന്നു. അവന് 19 വയസ്സുണ്ട്. അവനാണ് ഇനി എന്നെ നോക്കേണ്ടത്. 11 വയസ്സുള്ളപ്പോഴാണ് അവനെ എനിക്ക് കിട്ടിയത്. ഞാൻ പൊന്നുപോലെയാണ് അവനെ നോക്കിയത്. അതുകൊണ്ട് അവൻ ഇന്നും എന്നെ അമ്മയെന്ന് വിളിക്കുന്നു. കൊല്ലത്താണ് അവൻ നിൽക്കുന്നത്. പഠിക്കാനൊക്കെയുള്ള സൗകര്യവും അവിടെയാണ്. സിമ്പതിക്ക് വേണ്ടിയല്ല ഞാൻ റീൽസ് ചെയ്യുന്നത്. ഞാൻ സുധിച്ചേട്ടൻ ഉള്ളപ്പോൾ തൊട്ട് റീൽസ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിന്റെ സന്തോഷമാണ് പ്രധാനം. ഇളയ മകൻ അടുത്തിടെ ഇനി സുധി അച്ഛൻ എഴുന്നേൽക്കില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചോദിച്ചില്ല. അതുപോലെ സുധിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ അമ്മ പറയല്ലേ, എനിക്ക് വിഷമമാകും എന്നൊക്കെ പറയും. നമ്മൾ കരയുമ്പോൾ പറയും ഞാൻ തന്നെയാണ് സുധി അച്ഛനെന്ന്. കിച്ചുവിനെ ഋതുലിനും പരസ്പരം ഭയങ്കര സ്നേഹമാണ്. ഇവൻ കാണാൻ അവൻ ഓടി വരും. അച്ഛന്റെയും ചേട്ടന്റെയും വാത്സല്യം കിച്ചു ഋതുവിന് കൊടുക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് രേണു. You're watching me on metromatney.com. on metromatney.com. 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 You're watching me On metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.